ഹായ്, സ്റ്റിച്ചിങ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സമോസയാണ് ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ ഉലുവ, കുറച്ച് കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ കുനുകുന അരിഞ്ഞ കുറച്ച് പച്ചമുളകും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 സവാള അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നല്ല വേവേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം കുറച്ച് പെരുംജീരകം പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് എരിവുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 3 മുട്ട ബോയിൽ ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതെല്ലാം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് ആവി കയറിയ ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഇത് തണുക്കേണ്ടതുണ്ട്. തണുത്ത ശേഷമാണ് നമ്മളിത് സമോസ ലീഫിലേക്ക് മാറ്റുന്നത്. സമോസ ലീഫ് ഇങ്ങനെയാണ് കോട്ടിയെടുക്കുന്നത്. അതിലേക്ക് ഈ ഫില്ലിങ്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. നോമ്പുതുറയ്ക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. നമുക്കിതിങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് സമോസ എല്ലാം ഫില്ല് ചെയ്ത് ഇതുപോലെ ആക്കി വയ്ക്കാം. ഇതുപോലെ തന്നെ കോർത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാതെ ഇരിക്കും. എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇത് നമുക്ക് ഓരോന്നായി എണ്ണയിലിട്ട് വറുത്ത് കോരാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ശരിയായിക്കൊണ്ട്, കാരണം ഫില്ലിങ്സ് എല്ലാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. നോമ്പുതുറ സമയത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ നല്ല വിഭവമാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചെയ്ത് നോക്കുക.